പോരാട്ടത്തിന്റെ കഥയിലേക്ക് തന്നെയാണ്, അതിജീവനത്തിന്റെ കഥയിലേക്കാണ് പോരാട്ടം തുടരണം നമ്മൾ അതിജീവിപ്പിക്കാനായി. ആരെയെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, മാർച്ച് 27 എന്ന ഡേറ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിൽ കുറിച്ചു വെക്കണം. അന്നാണ് നമ്മൾ മുണ്ടക്കൈയിലും ചുരൽമലയിലും അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ടൗൺഷിപ്പിനുള്ള തറക്കല്ലിടുന്നത്. മുഖ്യമന്ത്രിയാണ് തറക്കല്ലിടാൻ പോകുന്നത്. നമുക്ക് കേന്ദ്രം ഒരു പൈസ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നിട്ടില്ല, ഒന്നും നമുക്ക് നൽകിയിട്ടില്ല. ആകെ നൽകിയത് ഒരു വായ്പയാണ് 529 കോടിയുടെ. ആ വായ്പയുടെ അതും തിരിച്ചടയ്ക്കണമെന്ന ലോകത്തെങ്ങുമില്ലാത്ത വ്യവസ്ഥകളോട് മാനദണ്ഡം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പറയുന്നത് മാർച്ച് 31 മുമ്പ് ആ പണം ചെലവഴിച്ച് വിഹിതം ചെലവഴിച്ച് ഏതൊക്കെ പദ്ധതി വിഹിതങ്ങൾക്കായാണ് ആ പദ്ധതി അല്ലെങ്കിൽ ആ പണം ചെലവഴിച്ചത് എന്ന കൃത്യമായിട്ടുള്ള രേഖ അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം. അതാണ് ആ നിബന്ധന, അവരുടെ നിബന്ധന എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ നിൽക്കുമ്പോൾ തന്നെ പക്ഷേ നമ്മൾ ഈ പ്രശ്നങ്ങളെ ഒന്നും കണക്കിലെടുക്കുന്നതേയില്ല. നമ്മുടെ സർക്കാർ, നമ്മുടെ സംസ്ഥാനം അവിടുത്തെ മനുഷ്യരുടെ ജീവിതം നന്നാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതാ അന്തിമ പട്ടിക ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. 417 കുടുംബങ്ങൾ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മരിച്ചതായി കണക്കാക്കിയവരുടെ ആശ്രിതർക്ക് സർക്കാർ ധനസഹായം നൽകി. 32 പേരെയാണ് മരിച്ചവരായി കണക്കാക്കിയത്. 8 ലക്ഷം രൂപ വീതമാണ് ഇവരുടെ ആശ്രിതർക്ക് നൽകി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒടുവിൽ വരുന്ന കണക്കുകൾ പ്രകാരമുള്ള വിവരങ്ങൾ. ജോഷില നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ജോഷില, ഏതായാലും അന്തിമ പട്ടിക പുറത്തു വന്നിരിക്കുന്നു എന്നത് ആണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 417 പേരുടെ പട്ടികയാണ് നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ മുൻപിലേക്ക്. മാത്രമല്ല 100ഓളം അപ്പീലുകളും സർക്കാരിന്റെ മുൻപിലേക്ക് നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയും എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും മനു, പ്രതീക്ഷയ്ക്ക് അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് 417 കുടുംബങ്ങളെ അന്തിമ കരട് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ 417 കുടുംബങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും കുടുംബങ്ങൾ, പല പരാതികളുമായി കുടുംബങ്ങളും പല ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ സർക്കാർ പരിഗണനയിലുണ്ട്, പരിശോധിച്ച് വരികയാണ്. ആദ്യം തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു പട്ടിക തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പട്ടിക 417 പേരുടെ കരട് ലിസ്റ്റ് എന്നുള്ളത് അന്തിമ കരട് ലിസ്റ്റ് പ്രഖ്യാപിച്ച് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ ലിസ്റ്റ്, അന്തിമ കരട് ലിസ്റ്റ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർ ഈ പട്ടികയിൽ ഉൾപ്പെടും എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 255 കുടുംബങ്ങളായിരുന്നു ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. ഫേസ് 2A-യിൽ 89 കുടുംബങ്ങളും ഫേസ് 2B-യിൽ 73 കുടുംബങ്ങളുമാണ് ഉള്ളത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ 17 കുടുംബങ്ങളെ കൂടി ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളതും ഏറെ സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അതേസമയം തന്നെ പട്ടികയുമായി ബന്ധപ്പെട്ട 100-ലധികം അപ്പീലുകൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സർക്കാർ പരിഗണിക്കും എന്നുള്ളതാണ്. അവരുടെ നിയമപരമായ പ്രശ്നങ്ങൾ പറയും, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, സർക്കാരിന് ചെയ്യാവുന്ന പരമാവധി സഹായങ്ങൾ ചെയ്യും എന്നുള്ളത് തന്നെയാണ് അന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവരോടൊന്നും തന്നെ ഇവരുടെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കുന്ന നയം അത് സർക്കാരിനില്ല എന്ന് തന്നെയാണ് മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മരിച്ചവരായി കണക്കാക്കപ്പെട്ട 32 പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് 298 പേരെയാണ് മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. 174 മൃതദേഹങ്ങളാണ് അന്ന് ലഭിച്ചത്. അതേസമയം തന്നെ 298 പേരാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത്. 174 മൃതദേഹങ്ങളും പിന്നീട് ശരീരഭാഗങ്ങളും കിട്ടി. ഈ ശരീരഭാഗങ്ങൾ നടത്തിയ DNA ടെസ്റ്റിലൂടെ 92 പേരെ തിരിച്ചറിഞ്ഞിരുന്നു. ഇത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്നാൽ കാണാതായവരുടെ ലിസ്റ്റ് അത് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലും സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയുള്ളത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 32 പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം 8 ലക്ഷം രൂപ വെച്ച് ധനസഹായവും സർക്കാർ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം ഈ ദുരന്ത ബാധിത പ്രദേശത്ത് ദുരന്ത ബാധിതർക്കായി 25 കോടിയിലധികം രൂപ ഇപ്പോൾ സർക്കാർ നിലവിൽ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ. എന്തായാലും 27-ന് സന്തോഷകരമായ ആ വാർത്ത കൂടി ഉണ്ട്. 27-ന് മുഖ്യമന്ത്രി ടൗൺഷിപ്പിന്റെ തറക്കല്ലിടും എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണം, കാരണം ഇനിയൊരു മഴ വരുന്നതിന് മുൻപേ തന്നെ പണി പൂർത്തിയാക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ നയം. മനു, ജോഷിലയാണ് വിശദാംശങ്ങൾ വയനാട്ടിൽ നിന്ന് പങ്കുവച്ചു വന്നത്.